ഹലോ ഗായ്സ്, ദിസ് ഇസ് ടർബോ ഫോക്സ്. ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗായ്സ്. എല്ലാവരും ഒന്ന് സബ് അടിക്കുക ഗായ്സ്. എനിക്കൊരു സബ് അടിക്കാതെ ഇരിക്കുന്നു, എനിക്കറിയാം സബ് അടിക്കുക ഗായ്സ്. എന്തായാലും നമ്മൾ ഇന്നൊരു സ്പ്ലെൻഡർ ബൈക്കിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു പുതിയ സ്പ്ലെൻഡർ എടുത്ത് മോഡിഫിക്കേഷൻ നടത്താനുള്ള 2K കിഡ്സൊക്കെ മിക്കൊരു മോഡിഫിക്കേഷൻ നടത്തും. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് ഈ സമയം. മെയിനായിട്ടും എല്ലാവരും ചേഞ്ച് ചെയ്യണ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡിൽ ബാർ, പിന്നെ ഹെഡ് കാര്യങ്ങളൊക്കെ ആയിരിക്കും മിക്കവാറും മാറ്റുന്നത്. പിന്നെ നമ്മൾ DR ലൈറ്റ് മാറ്റാറുണ്ട് ചിലവർ. പിന്നെ കുറച്ച് പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈലൻസർ മാറ്റി വേറെ സൈലൻസർ വയ്ക്കുന്ന പരിപാടി. അതൊക്കെ എന്ന് പറഞ്ഞാൽ സൈലൻസർ വേണ്ട കൂടെ ഇഞ്ചിൻ നല്ല രീതിക്ക് പണി വരുന്നതായിരിക്കും കേസ്. അതുകൊണ്ട് ഇഞ്ചിൻ്റെ കാര്യത്തിൽ കൂടെ ഒന്ന് നോക്കുക. മെയിനായിട്ട് എടുക്കുമ്പോൾ നല്ലൊരു വണ്ടി എടുത്തിട്ട് ഇഞ്ചി മാറ്റി വെക്കാൻ നോക്കുക ഗൈസ്, അത്രേ ഉള്ളൂ. പിന്നെ വണ്ടിയിൽ ലുക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നൈസ് ലുക്കാണ് വണ്ടിയിൽ വരുന്നത്. വണ്ടി ഇഞ്ചി സൈഡിൽ നിന്നൊക്കെ ക്ലീൻ നോയ്സാണ്. BS6 എന്ന് പറയുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ, നോയ്സ് നല്ല കുറവായിരിക്കും. പിന്നെ അതേക്കുറിച്ച് തന്നെ വണ്ടിയെ കുറിച്ച് പറയണമെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലൊരു വണ്ടിയാണ്. മൂന്നരക്ക് ഇരുന്ന് ത്രിബിൾസൊക്കെ അടിച്ച് പോകാൻ സുഖമാണ് ഗൈസ് വണ്ടിയെ കുറിച്ച്. പിന്നെ വണ്ടിയുടെ വീഡിയോ ഒക്കെ എടുക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 2K കിഡിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളൊരു ടൈപ്പ് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയൊരു വണ്ടിയാണ് ഗൈസ് സ്പ്ലെൻഡർ എന്ന് പറഞ്ഞാൽ. ഞാൻ സൈലൻസ് വെച്ചിട്ടുള്ള ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. മെയിനായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഗൈസ്. കണ്ടാനും കേൾക്കാനൊക്കെ കൊള്ളാം, പക്ഷെ എന്നാലും ഇഞ്ചി നല്ല രീതിക്ക് പണി തരും ഗൈസ്. അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കുക.